ഷിജോ വെട്ടിക്കുഴയാണ് ഇന്നും പത്രവാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ എനിക്കൊപ്പം ഉള്ളത്. ഷിജോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. എന്തൊക്കെയാണ് വിശേഷങ്ങൾ, പത്രവിശേഷങ്ങൾ? സേതു, 2 ദിവസത്തെ വാർത്തകളുമായിട്ടാണ് ഇന്ന് നമ്മളുടെ പത്രങ്ങൾ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് പ്രത്യേകത. കാരണം ഇന്നലെ മലയാളത്തിൽ പത്രങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്നില്ല, കേരളത്തിൽ പത്രങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്നില്ല. അതാണ് ഇതിന് കാരണം. ഏതായാലും മാതൃഭൂമിയിൽ നിന്നും തുടങ്ങാം. മാതൃഭൂമി ഒന്നാം പേജിൽ, മാതൃഭൂമിക്ക് ഇന്ന് 2 ഒന്നാം പേജുണ്ട്. അല്ലെങ്കിൽ അവരുടെ ബാനർ മാസ്റ്റ് ഹെഡിന് കീഴിൽ 2 പേജുകൾ ഇന്ന് പ്രധാന പേജായി നൽകുന്നുണ്ട്. ധീം തെരകിടത്തോം എന്ന തലക്കെട്ടിൽ ഒന്നാം പേജിൽ NSS SNDP ഐക്യം പാളീതുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ഉയർത്തിക്കാട്ടുന്നത് മാതൃഭൂമി. SNDP NSS ഐക്യനീക്കം പാളി, വെള്ളാപ്പള്ളിയുടെ നീക്കത്തിൽ തരികിട തോന്നി എന്നാണ് ജി സുകുമാരൻ നായർ പറയുന്നത്. അത് ഉയർത്തിക്കാട്ടുകയാണ് മാതൃഭൂമി ഇന്ന് മുൻ പേജിൽ. 8 ദിനത്തിൻ്റെ ആയുസ് മാത്രമാണ് ഈ ഐക്യവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് എന്നും മാതൃഭൂമി ഉയർത്തിക്കാട്ടുന്നുണ്ട്. ഐക്യം അടഞ്ഞ അധ്യായം എന്ന ഉപതലക്കെട്ടിൽ ജനറൽ സെക്രട്ടറി പറയുന്ന വിശദാംശങ്ങളും ഇന്ന് മാതൃഭൂമി മുൻ പേജിൽ നൽകുകയാണ്. ഇതോടൊപ്പം തന്നെ മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ പേജിൽ ജി സുകുമാരൻ നായരുടെ അഭിമുഖം പ്രത്യക്ഷപ്പെടുന്നു. ഇന്ന് മാതൃഭൂമിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അഭിമുഖമായി തന്നെ ഇതിന് കാണണം. രാഷ്ട്രീയ ലക്ഷ്യം തിരിച്ചറിഞ്ഞു പിന്മാറി എന്നാണ് ജി സുകുമാരൻ നായർ പറയുന്നത്. ഇതിൽ ചില ചോദ്യങ്ങൾക്ക് ഉള്ള ഉത്തരം വളരെ പ്രസക്തമാണ്. NSSും SNDPയുമായി ചർച്ച നടത്തുമെന്ന് പറഞ്ഞതിന് ശേഷം പത്മ പുരസ്കാരം വന്നതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ഇതിന് ശേഷം പുരസ്കാരം വന്നതിലാണോ സംശയം തോന്നിയത് എന്നാണ് ആ ചോദ്യം. അതിന് ഉത്തരം നൽകുന്നു ജി സുകുമാരൻ നായർ ഇങ്ങനെ: അതേ, സംശയം തോന്നാതിരിക്കുന്നത് എങ്ങനെയാണ്? NDA പ്രമുഖൻ ചർച്ചയ്ക്ക് കൂടി വരുമ്പോൾ എന്തോ തരികിട തോന്നി, ഞങ്ങൾ പിന്മാറി എന്നാണ് ജി സുകുമാരൻ നായർ പറയുന്നത്. ഈ അഭിമുഖം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഒന്നാം പേജിൽ അവർ ആ വാർത്ത നൽകുന്നത്. ധീം തരികിടത്തോം എന്ന് ഈ തരികിട കൂട്ടിച്ചേർത്ത് വാർത്ത നൽകുക മാതൃഭൂമി മുൻ പേജിൽ എന്നുള്ളതാണ്. ഇത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില ഉത്തരങ്ങൾ ചോദ്യങ്ങൾക്ക് നൽകുന്നുണ്ട് ജി സുകുമാരൻ നായർ. സമദൂരം എന്ന നിലപാടിൽ മാറ്റമില്ലല്ലോ എന്ന ചോദ്യത്തിന് ഒരു മാറ്റവുമില്ല, സമദൂരം തന്നെ. VD സതീശൻ വർഗീയത എന്ന് പറയുന്നു. അയാൾ കാണിക്കുന്നത് മുഴുവൻ വർഗീയതയല്ലേ എന്നും ജി സുകുമാരൻ നായർ ചോദിക്കുകയാണ്. അതോടൊപ്പം തന്നെ കടകംപള്ളിയിലേക്കും PS പ്രശാന്തിലേക്കും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം നീളേണ്ടതില്ലേ എന്ന് ചോദിക്കുമ്പോൾ തന്ത്രിയായാലും മന്ത്രിയായാലും കുറ്റം ചെയ്താൽ ശിക്ഷിക്കപ്പെടണമെന്നും സുകുമാരൻ നായർ മാതൃഭൂമിയുടെ ഈ അഭിമുഖത്തിൽ പറയുകയാണ്. മാതൃഭൂമിയുടെ മറ്റൊരു പേജ് പരിശോധിക്കുമ്പോൾ അവരുടെ ബാനറിന് കീഴിൽ വരുന്ന ഒരു ഒന്നാം പേജ്, അല്ലെങ്കിൽ രണ്ടാമത്തെ ഒന്നാം പേജ് എന്ന് പറയാം, അതിൽ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനുമായി ബന്ധപ്പെട്ട കരാറിലെ ധാരണ ഉയർത്തിക്കാട്ടുകയാണ്. ലോകം നിയന്ത്രിക്കാൻ അമ്മ കരാർ എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് ഏതാണ്ട് 1/2 പേജോളം എടുത്ത് ഈ വാർത്തയെ സമീപിക്കുന്നു. എന്തൊക്കെയാണ് ഈ കരാറിൻ്റെ പ്രത്യേകതകൾ എന്ന് എടുത്ത് കാട്ടുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഇത് കേരളത്തിന് വലിയ ഗുണം ചെയ്യുമെന്നും മാതൃഭൂമി പറയുന്നുണ്ട്. മത്സ്യം മുതൽ കാപ്പി വരെ കയറ്റുമതി ചെയ്യുന്ന കേരളത്തിന് വലിയ രൂപത്തിൽ ഗുണം ചെയ്യുന്നതാണ് ഈ കരാർ എന്നാണ് എടുത്തു കാട്ടുന്നത് മാതൃഭൂമി മുൻ പേജിൽ. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വാർത്തകളും ഇന്ന് മലയാള പത്രങ്ങളിൽ വലിയ പ്രാധാന്യത്തോടു കൂടി ഇടം പിടിക്കുന്നുണ്ട്. അതിൽ മാതൃഭൂമി മുൻ പേജിൽ നൽകുന്നത് ഹൈക്കോടതിയിൽ നിന്നും SITക്ക് മേലുണ്ടായ വിമർശനത്തിൻ്റെ റിപ്പോർട്ടാണ്. ആ കുറ്റപത്രം വൈകുന്നത് സംശയത്തിന് ഇടയാക്കുമെന്ന ഹൈക്കോടതിയുടെ വിമർശനമാണ് പ്രധാനപ്പെട്ട റിപ്പോർട്ടായി മുൻ പേജിൽ മാതൃഭൂമിയിൽ നിന്ന് നൽകുന്നത്. മലയാള മനോരമയിലേക്ക് എത്തുമ്പോൾ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ കരാർ സംബന്ധിച്ച ധാരണ പ്രധാനപ്പെട്ട വാർത്തയാകുന്നു. ബിഗ് ഡീൽ എന്ന തലക്കെട്ട് നൽകിക്കൊണ്ടാണ് ഈ റിപ്പോർട്ട് നൽകുന്നത്. ചരിത്രമായി ഇന്ത്യ EU സ്വതന്ത്ര വ്യാപാര കരാർ എന്ന ഉപതലക്കെട്ടും നൽകിക്കൊണ്ടാണ് ഈ റിപ്പോർട്ട് നൽകുന്നത്. യൂറോപ്പിലേക്കുള്ള കയറ്റുമതിയുടെ 99.5% തീരുവ കുറയും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകതയായി മലയാള മനോരമ എടുത്തു കാട്ടുന്നത്. ഡൊണാൾഡ് ട്രംപിൻ്റെ തീരുവ ഭീഷണികൾക്കിടെ അതിനിർണായകമാണ് ഈ കരാർ എന്നാണ് പത്രങ്ങൾ വിലയിരുത്തുന്നത്. മാധ്യമത്തിൻ്റെ മുൻ പേജിലേക്ക് എത്തുമ്പോൾ സമാനമാം വിധത്തിൽ ബിഗ് ഡീൽ എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് ഇന്ത്യ EU വ്യാപാര കരാർ അന്തിമം, പുരോഗതിയുടെ ഡബിൾ എഞ്ചിൻ എന്ന പ്രധാനമന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റ് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വാർത്തയെ സമീപിക്കുന്നു. മാധ്യമത്തിൻ്റെ മുൻ പേജിൽ ഇടം പിടിക്കുന്ന മറ്റൊരു വാർത്ത കൊടും പാതകം എന്ന തലക്കെട്ടിൽ എലത്തൂരിലെ യുവതിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഒരു ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ്. അത് ഇങ്ങനെ നൽകുന്നു: ഒന്നിച്ച് ആത്മഹത്യ ചെയ്യാമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഉറക്ക ഗുളിക കലർത്തിയ ജ്യൂസ് നൽകിയതിനു ശേഷം ഇരുവരും കഴുത്തിൽ കുരുക്കിട്ടപ്പോൾ യുവതിയെ കയറിയ സ്റ്റൂൾ തട്ടിമാറ്റി കൊലപ്പെടുത്തി എന്നാണ് പറഞ്ഞത്. മരിച്ചതിന് ശേഷവും ലൈംഗിക പീഡനം എന്നതടക്കമുള്ള വിശദാംശങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. പോലീസിൻ്റെ കണ്ടെത്തലിൻ്റെ വിവരങ്ങളാണ് നൽകിയിരിക്കുന്നത് മാധ്യമം ഈ റിപ്പോർട്ടിൽ. കേരള കൗമുദിയിലേക്ക് എത്തുമ്പോൾ
എത്തുമ്പോൾ വ്യാപാര കരാറിൽ പുതുചരിത്രം, ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ധാരണ എന്ന തലക്കെട്ടിലുള്ള പ്രധാനപ്പെട്ട വാർത്തയാണ് അവർ മുൻപേജിൽ നൽകുന്നത്. അതേസമയം ഉൾപേജിലേക്ക് എത്തുമ്പോൾ കോൺഗ്രസുമായി ബന്ധപ്പെട്ട നിയമസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ എംപിമാർ മത്സരിക്കേണ്ടതില്ല എന്ന KPCCയുടെ തീരുമാനം പ്രധാനപ്പെട്ട വാർത്തയാകുന്നു. നിയമസഭയിലേക്ക് കോൺഗ്രസ് എംപിമാർ മത്സരിക്കേണ്ട ധാരണ തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. തദ്ദേശത്തിൽ മത്സരിച്ചവരെയും പരിഗണിക്കേണ്ടതില്ല എന്ന തീരുമാനവും എടുത്തുകാട്ടുന്നുണ്ട്. ചന്ദ്രിക മുസ്ലിം ലീഗിൻ്റെ മുഖപത്രത്തിലേക്ക് എത്തുമ്പോൾ പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ട് വിവാദമാണ് അവർക്ക് പ്രധാനപ്പെട്ട വാർത്തയാകുന്നു. രക്തസാക്ഷി ഫണ്ട് തട്ടിയതാരപ്പ, അടിയന്തര പ്രമേയ നോട്ടീസ് തടഞ്ഞ് ഏത് വകുപ്പ് പ്രകാരമെന്ന പ്രതിപക്ഷ നേതാവിൻ്റെ ചോദ്യത്തെയും ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ്. നിയമസഭയിലെയും പയ്യന്നൂരിൽ നടക്കുന്ന സംഭവവികാസങ്ങളുടെയും റിപ്പോർട്ട് നൽകിയിരിക്കുന്നു. ദേശാഭിമാനിയിലേക്ക് എത്തുമ്പോൾ ദേശാഭിമാനി ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ കരാറുമായി ബന്ധപ്പെട്ട വാർത്തയെ വേറൊരു തലത്തിൽ സമീപിക്കുകയാണ്. ഇത് രാജ്യ താൽപ്പര്യം ബലി കഴിച്ചുകൊണ്ടുള്ള കരാർ എന്നാണ് ദേശാഭിമാനിയുടെ ആംഗിൾ. യൂറോപ്യൻ യൂണിയൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ വിപണിയിലേക്ക് ഒഴുകും. ഇറക്കുമതി ചെയ്യുന്ന 90% ഉൽപ്പന്നങ്ങളുടെയും തീരുവ ഒഴിവാക്കുകയോ കുറയ്ക്കുകയോ ചെയ്യും എന്നാണ് ഉയർത്തിക്കാട്ടുന്നത്. ഇന്ത്യൻ വിപണിക്ക്, ഇന്ത്യൻ ഉൽപ്പാദന മേഖലയ്ക്ക് തിരിച്ചടിയാണ് ഈ കരാർ എന്നാണ് ദേശാഭിമാനി ഈ വാർത്തയ്ക്ക് ആംഗിൾ കണ്ടെത്തിയിരിക്കുന്നത്. ദേശാഭിമാനിയുടെ തന്നെ ഇന്ന് ദേശാഭിമാനിക്കും 2 പേജുണ്ട്. അതിൽ ദേശാഭിമാനിയുടെ 2ാമത്തെ പേജിൽ പ്രധാനപ്പെട്ട വാർത്തയാകുന്നത് നിയമസഭയിൽ നിന്നുള്ള വാർത്തയാണ്. ചർച്ച ഭയന്ന് പ്രതിപക്ഷം എന്ന തലക്കെട്ടിലാണ് ഈ റിപ്പോർട്ട് നൽകുന്നത്. ശബരിമല മിണ്ടിയാൽ ഇറങ്ങിപ്പോകും, അടിയന്തര പ്രമേയ നോട്ടീസ് നൽകുന്നില്ല, നയപ്രഖ്യാപനത്തിനുള്ള നന്ദി പ്രമേയ ചർച്ചയിലും പങ്കെടുത്തില്ല എന്നിങ്ങനെയുള്ള നിയമസഭയുമായി ബന്ധപ്പെട്ട ഭരണപക്ഷത്തിൻ്റെ ആരോപണങ്ങൾ ദേശാഭിമാനിയും ഉയർത്തിക്കാട്ടുകയാണ്. പ്രതിപക്ഷ സമരം ഹൈക്കോടതിക്കെതിരെ എന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പ്രസ്താവനയും ദേശാഭിമാനി ഉയർത്തിക്കാട്ടുന്നുണ്ട്. വീക്ഷണത്തിൻ്റെ മുൻപേജിലേക്ക് എത്തുമ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടാണ്. അത് PS പ്രശാന്തിനെ ഉന്നം വെച്ചുള്ള റിപ്പോർട്ട് വീക്ഷണം നൽകുന്നു. അശാന്തം ഇനി നാളുകൾ, PS പ്രശാന്തും അകത്തേക്ക് എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. സ്വർണ്ണക്കൊള്ള മറയ്ക്കാൻ ഗൂഢാലോചന, PS പ്രശാന്തിനെ SIT ചോദ്യം ചെയ്തു. പ്രശാന്തിനെ പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയായിരുന്നു എന്ന് വീക്ഷണം എടുത്തു പറയുന്നുണ്ട്. ഇംഗ്ലീഷ് പത്രങ്ങൾ പരിശോധിക്കുമ്പോൾ യൂറോപ്യൻ യൂണിയനുമായി ഇന്ത്യ ഉണ്ടാക്കിയ കരാർ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി ഇടം പിടിക്കുന്നത്. ഇന്ത്യൻ എക്സ്പ്രസ് വി ഡിഡ് ഇറ്റ് എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് ഈ റിപ്പോർട്ടിനെ സമീപിക്കുന്നു. ഇതോടൊപ്പം തന്നെ NSS SNDP ഐക്യം പൊളിഞ്ഞതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് മുൻപേജിൽ ഇന്ത്യൻ എക്സ്പ്രസ് നൽകുന്നുണ്ട്. NSS സസ്പെക്ട്സ് BJP ഹാൻഡ് ഇൻ SNDP യൂണിറ്റി പുൾസ് ദ പ്ലഗ് എന്ന തലക്കെട്ട് നൽകിക്കൊണ്ടാണ് ഈ റിപ്പോർട്ട് നൽകുന്നത്. ഇതൊക്കെയാണ് ഇന്ന് മലയാള പത്രങ്ങളിലും കേരളത്തിൽ ഇറങ്ങുന്ന ഇംഗ്ലീഷ് പത്രങ്ങളിലും ഒക്കെ മുൻപേജിലും ഉൾപേജിലും ഒക്കെ കാണാൻ കഴിയുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ. സേതു.